നമസ്കാരം. പാകിസ്ഥാനിൽ ഹിന്ദു ബൗദ്ധ പൈതൃക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം. 5000-ലേറെ വർഷത്തെ പഴക്കമുള്ള പൈതൃക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. പാക് അധിനിവേശ കശ്മീരിലെ ഗിൽജിത്, ബാൽഡിസ്ഥാൻ, ചിലാസ്, ഹുൻസ, ഷധിയൽ, ഖൈബർ പങ്ക്വ മേഖലകളിലാണ് ഇത്തരമുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. 25,000-ത്തിലധികം ശിലാലിഖിതങ്ങളാണ് ഈ മേഖലയിൽ ഉള്ളത് എന്ന് ഗവേഷകർ കണക്കാക്കുന്നു. 1600 മുതൽ 5000 വർഷത്തെ പഴക്കമുള്ള ഹിന്ദു ബൗദ്ധ പൈതൃക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഭീകരവാദികളുടെ ആക്രമണം നടന്നിരിക്കുന്നത്. നേരത്തെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഷിയകളായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് അവിടെ ഷിയകളെ അടിച്ചോടിച്ചതിന് ശേഷം ഈ സുന്നി ഭീകരവാദ സംഘങ്ങളാണ് ഇവിടെ താവളം ഉറപ്പിച്ചിരിക്കുന്നത്. പലതും ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷ് ഇ മുഹമ്മദിൻ്റെയും ഒക്കെ വലിയ വ്യാപകമായ ഭീകരവാദ ക്യാമ്പുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത്. അതായത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇത്തരം പൈതൃക കേന്ദ്രങ്ങൾക്ക് നേരെ ഈ മേഖലയിൽ കാലങ്ങളായിട്ട് നടത്തി വരുന്നത്. ശാരദാ പീഠവും ശാരദാ ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ ശാരദാ യൂണിവേഴ്സിറ്റിയും പുരാതനമായ ശാരദാ യൂണിവേഴ്സിറ്റിയുടെയും ഭാഗങ്ങളാണ് ഭീകരവാദികൾ ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം സുന്നികൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശങ്ങളിലേക്ക് അവരുടേതായ രീതിയിലുള്ള പെയിൻറ്റുകളും മറ്റും ഉപയോഗിച്ചാണ് ശിലാലിഖിതങ്ങളെ പലതും മായ്ച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിമകൾ പലതും തകർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ എങ്ങനെയാണോ ബാമിയാൻ ബുദ്ധ പ്രതിമയൊക്കെ അഫ്ഗാനിസ്ഥാനിൽ തകർത്തത്, അതേപോലെ തന്നെ ഏകദേശം അത്ര തന്നെ പഴക്കമുള്ള വലിയ ക്ഷേത്രങ്ങളാണ് ഇവിടെ തകർക്കപ്പെട്ടിട്ടുള്ളത്. ദൈനംദിനം തന്നെ പാകിസ്ഥാനിൽ ഏകദേശം 100-ലധികം ക്ഷേത്രങ്ങൾ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന സമയങ്ങൾ തന്നെ തകർക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അവിടെ ഏകദേശം 3000-ലധികം ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ ബൗദ്ധ വികാരങ്ങളും ഒക്കെ തകർക്കപ്പെടുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ രീതിയിൽ വലിയ ആക്രമണങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പാകിസ്ഥാനിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സ്ഥിരമായി ഇത്തരം പാകിസ്ഥാനി ഭീകരവാദികളിൽ നിന്ന് ആക്രമണം നേരിടുന്നവരുടെ ആരാധനാ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പെൺമക്കൾ ദൈനംദിനം എന്നോണം തന്നെ പീഡനത്തിന് ഇരയാക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് പാകിസ്ഥാനിൽ കാണുന്നത്. വേണ്ടത്ര സംരക്ഷണം നൽകുവാനായിട്ട് പാകിസ്ഥാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇത്തരം പൈതൃക കേന്ദ്രങ്ങൾ, യുനെസ്കോ ഉൾപ്പെടെ അംഗീകരിച്ച പൈതൃക കേന്ദ്രങ്ങൾ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പെടുന്ന ഇത്തരം പൈതൃക കേന്ദ്രങ്ങൾക്ക് നേരെയും വ്യാപകമായ ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത്. ഈ ശാരദാ ക്ഷേത്രത്തിൽ യഥാർത്ഥത്തിൽ ഈ ശാരദാ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പാത തന്നെ വെട്ടി തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ആലോചിച്ചിരുന്നു. അതായത് കർത്താപൂർ കോറിഡോറിലൊക്കെ എങ്ങനെയാണോ വർഷാവർഷം തീർത്ഥാടനങ്ങൾ നടക്കുന്നത്, അതേപോലെ തന്നെ ഈ മേഖലകളിലൊക്കെയും സന്ദർശകരെ അനുവദിച്ചുകൊണ്ട് അത്തരം പവിത്രതരമായിട്ടുള്ള ഇടങ്ങളിലേക്ക് സന്ദർശകരെ കയറ്റിവിടുന്നതുമായി ബന്ധപ്പെട്ട കരാറുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരു കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകവെയാണ് ഇത്തരത്തിലുള്ള ഭീകര ആക്രമണങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അതായത് ഇസ്ലാം അല്ലാതെ അവിടെ മറ്റൊരു ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആരാധനാ സംവിധാനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അവിടുത്തെ സർക്കാരുകൾ, ഗവൺമെൻറ്റുകൾ വളരെ നിഷ്പക്ഷമായിട്ട് ഇതിനെ നോക്കിക്കാണുകയും ഇതിന് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് UN മറ്റോ മുന്നോട്ട് വരുമ്പോൾ ഇത് ഭീകരവാദികളാണ് തകർത്തത്, ഇത് സർക്കാരിന് യാതൊരു പങ്കുമില്ല എന്ന് കൈ കഴുകുന്ന ഒരു കാഴ്ചയാണ് പാകിസ്ഥാനിലുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.